പൊതുവഴി തോടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഐവർകാല 7-ാം വാർഡിൽ അമ്പുവിള ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. നിലവിൽ 7ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണിത്. കൂടാതെ പൊതുവഴിയായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പൊതുവഴി തോടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഐവർകാല 7-ാം വാർഡിൽ അമ്പുവിള ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. നിലവിൽ 7ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന ഏക റോഡാണിത്. പൊതുവഴിയായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡാണ്. ഈ റോഡ് വില്ലേജ് ഓഫീസിലെ BTR പ്രകാരം ഭൂസ്ഥിതി വഴിയാണ്. ഇത് പഴയ വില്ലേജ് ഓഫീസറുടെ ഒരു കൃത്രിമ ലൊക്കേഷൻ സ്കെച്ചും കൃഷി ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റും കോവുകുഞ്ഞുമൻ MLA ഒരു സർട്ടിഫിക്കറ്റ് റെക്കമെൻഡ് ലെറ്ററും വെച്ച് കൃത്രിമമായി സ്കെച്ച് പ്ലാൻ വരച്ച് നീരൊഴുക്ക് തോടുന്ന പഴയ വില്ലേജ് ഓഫീസറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് 2010 ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇതെല്ലാം കൂടെ ഹൈക്കോടതിയിൽ കൊടുത്ത് മൈനർ ഇറിഗേഷനെ കൊണ്ട് ഈ വഴി തോടാക്കാനുള്ള ഒരു ശ്രമം സ്വകാര്യ വ്യക്തി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് തടയേണ്ടതായിട്ട് വന്നത്. ഇവിടെ വില്ലേജ് രേഖകൾ പ്രകാരം ഇത് വന്നിട്ട് ഭൂസ്ഥിതി വഴിയാണ്. ഈ വഴി കാരണം ഈ വഴിയിൽ തന്നെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. എല്ലാ കാര്യങ്ങളും വർഷങ്ങളായിട്ട് 10-80 വർഷങ്ങളോട് ഇവരുടെയൊക്കെ ഈ വസ്തുവിന്റെ ഉടമസ്ഥരുടെയൊക്കെ പഴമക്കാരുടെ ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. പിന്നെ ഇതിനകത്ത് കനാലിൽ വരുമ്പോൾ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. കനാൽ ഊറ്റ് വരുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം ഊറി വരും. അതിന്റെ ബേസിലില്ലെങ്കിൽ ആ വെള്ളക്കെട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വില്ലേജ് ഓഫീസ് രേഖകൾ പ്രകാരം വില്ലേജ് ഓഫീസ് മുതൽ സംസ്ഥാന സർക്കാരിന്റെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഒറ്റ പ്ലാനേ ഉള്ളൂ. അതിൽ ഭൂസ്ഥിതി വഴിയാണ്. ഈ വഴി കൃത്രിമമായി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അളവെടുക്കുമ്പോഴാണ് പ്രദേശവാസികൾ വിവരം അറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്വകാര്യ വ്യക്തി വിവിധ വകുപ്പുകളെ തെറ്റിദ്ധരിപ്പിച്ച പൊതുവഴി ജലമൊഴുകുന്ന തോടാണെന്ന നിലയിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിപ്പിക്കുകയായിരുന്നു. അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ തോടുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്ത് ഇതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു. കോൺഗ്രസ് നേതാവ് ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.